ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കോളം ക്യാഷ് ബുക്ക് ഓർ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാഷ് ബുക്ക് വിത്ത് 2 എമൗണ്ട് കോളാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. എന്നാൽ ക്യാഷ് ബുക്ക് വിത്ത് 3 എമൗണ്ട് കോളായിരിക്കും ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ 3 എമൗണ്ട് കോളംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എമൗണ്ട് കോളം ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് എമൗണ്ട് കോളം ഡിസ്കൗണ്ട് ട്രാൻസാക്ഷൻ, ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് റിസീവ്ഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. തേർഡ് എമൗണ്ട് കോളം ബാങ്കിലേക്കുള്ള എമൗണ്ട് അല്ലെങ്കിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർഡ് എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലും 3 എമൗണ്ട് കോളമായിട്ട് വരുന്ന ക്യാഷ് ബുക്കാണ് ഇത് 3 കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് കോളം ഉണ്ടായിരിക്കും, ഡിസ്കൗണ്ടിനുണ്ടായിരിക്കും, ബാങ്കിന് ഒരു എമൗണ്ട് കോളം ഡെബിറ്റ് സൈഡിലും ഉണ്ടായിരിക്കും. ഇതേ 3 എമൗണ്ട് കോളം ക്രെഡിറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഇത് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷിൻ്റെ എമൗണ്ട് എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതേ മെത്തേഡിലാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അതായത് ക്യാഷ് റെസീറ്റ് ആണ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും, ബിസിനസ്സിന് പുറത്തേക്ക് ക്യാഷ് പോകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ നോക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ഇവിടെ റെക്കോർഡ് ചെയ്യാം, 3 കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാം. പിന്നെ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് കോൺട്രാ എൻട്രി ആണ്. കോൺട്രാ എൻട്രി എന്ന് വെച്ചാൽ there are certain transactions which affect cash and bank account, like when the cash is deposited into bank or the cash withdrawn from the bank. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഏതിനെ എഫക്റ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിനെയും എഫക്റ്റ് ചെയ്യും. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ബാങ്കിലേക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് ക്യാഷ് കുറയും, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അതേസമയം ബാങ്കിലേക്കാണ്, നമ്മുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിലേക്ക് പൈസ റിസീവ് ചെയ്യുമ്പോൾ ബാങ്കിനെ എവിടെ കാണിക്കും, ഡെബിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ബാങ്കിനെയും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ക്യാഷ് ബാലൻസിനെയും എഫക്റ്റ് ചെയ്യുന്ന, രണ്ടിനെയും ഒരേ സമയത്ത് എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇത് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ക്യാഷ് വിഡ്രോ ചെയ്യുകയാണ്, ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുവാണ് ചെയ്യുക അല്ലേ, ബാങ്ക് വഴി നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുവാണ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ ട്രാൻസാക്ഷന് തന്നെ ബാങ്കിനെ എഫക്റ്റ് ചെയ്യും, അതേസമയം ബിസിനസ്സിൻ്റെ ക്യാഷ് ബാലൻസിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പ്രോബ്ലം പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ജസ്റ്റ് ഓർമ്മിക്കുക, ഈ 2 ട്രാൻസാക്ഷനേ വരുന്നുള്ളൂ. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുകയാണെങ്കിലും ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് എന്ന് പറയുകയാണെങ്കിലും ശ്രദ്ധിക്കുക, കോൺട്രാ എൻട്രി ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ 3 കോളം ക്യാഷ് ബുക്ക് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷനാണ് 1987 ഡിസംബർ 11 ക്യാഷ് ഇൻ ഹാൻഡ് ₹40,000, ബാലൻസ് ഇൻ ബാങ്ക് അക്കൗണ്ട് 40,000. നെക്സ്റ്റ് ഡേറ്റ് ഡിസംബർ 13 ആണ്, ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് ₹5,000. നെക്സ്റ്റ് ഓൺ 15th ബോട്ട് ഫർണിച്ചർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് ₹7,000. നെക്സ്റ്റ് ഓൺ 17th ക്യാഷ് സെയിൽസ് ₹6,000. നെക്സ്റ്റ് ഓൺ 19th ബോട്ട് ഗുഡ്സ് ആൻഡ് ഇഷ്യൂഡ് ചെക്ക് ₹15,000. On 20 deposited cash in bank ₹5,000. Next December 22 ആണ്, received cash from Suresh 2,450 and discount allowed him ₹50. Next on December 23 paid sundry expense ₹500. Next on 24th December cash withdrawn for office use ₹5,000. Next on 25th paid for stationery ₹500. Next on 26th received check from Vigas ₹540 and allowed him discount 30. Next on 26th തന്നെയാണ് ചെക്ക് received from Sadish and deposited in bank ₹20,000. നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആണ്. 1987 ഡിസംബറിലാണ്
11th ഡിസംബറിൽ ക്യാഷ് ഇൻ ഹാൻഡ് 10,000 റുപ്പീസ്, ബാലൻസ് ഇൻ ബാങ്ക് അക്കൗണ്ട് 40,000 റുപ്പീസ്. നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന എമൗണ്ട് ആണ്. ക്യാഷ് ബാലൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ 10,000 റുപ്പീസ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് 40,000 റുപ്പീസ് ഉണ്ടല്ലേ. അപ്പോൾ ഡേറ്റ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് എമൗണ്ട് കോളത്തിൽ 10,000 കാണിക്കുക, ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 40,000 കാണിക്കുക. ക്യാഷ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്ത പോലെ തന്നെ ഇതും ട്രീറ്റ് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടും ട്രീറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് 13th ആണ് ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. നമുക്കറിയാം പർച്ചേസ് അക്കൗണ്ട് ആണ്. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് പുറത്തേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എത്ര എമൗണ്ട് റെക്കോർഡ് ചെയ്യാം, 5,000 റുപ്പീസ് റെക്കോർഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ബോട്ട് ഫർണിച്ചർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് ₹7,000. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, ബോട്ട് ഫർണിച്ചർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് ആണല്ലേ, ക്യാഷ് ആയിട്ടല്ല നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത്, ചെക്കായിട്ടാണ് പേയ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിലെ ബാലൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മുന്നേ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആയാലും സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആയാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബൈ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് എന്ന എമൗണ്ട് റെഡ്യൂസ് ചെയ്തായിട്ടല്ലേ കാണിച്ചത്. പക്ഷേ ഇവിടെ ചെക്ക് പേ ചെയ്തുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്നാണ് നമ്മുടെ എമൗണ്ട് എന്ത് ചെയ്യുക, റിഡക്ഷൻ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 7,000 റുപ്പീസ് ഏത് എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക, ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. കാരണം ബാങ്കിൽ നിന്നാണ് 7,000 റുപ്പീസ് എന്ത് ചെയ്തത്, പുറത്തേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 15th ഡേറ്റ് കൊടുക്കുക, ബൈ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് റെക്കോർഡ് ചെയ്യും, 7,000 റുപ്പീസ് റെക്കോർഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ഓൺ 17th ക്യാഷ് സെയിൽസ് ₹6,000. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ സെയിൽസ് നടത്തിയിട്ടുണ്ട്. സെയിൽസ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് റിസീവ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, 6,000 റുപ്പീസ് സെയിൽസ് അക്കൗണ്ടായിട്ട് കാണിക്കും. പിന്നെ നെക്സ്റ്റ് 19th ആണ് ബോട്ട് ഗുഡ്സ് ആൻഡ് ഇഷ്യൂഡ് ചെക്ക്. അതായത് പർച്ചേസ് ആണ്, നമ്മൾ പർച്ചേസ് നടത്തി ചെക്ക് ഇഷ്യൂ ചെയ്തു, ക്യാഷ് പർച്ചേസ് അല്ല, ബാങ്കിങ് പർച്ചേസാണ് നടത്തിയത്, അതുകൊണ്ട് തന്നെ ചെക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫർണിച്ചറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എവിടെ എമൗണ്ട് റെക്കോർഡ് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് റെക്കോർഡ് ചെയ്യും, ക്യാഷ് നല്ല എമൗണ്ട് റെഡ്യൂസ് ചെയ്യുക, ബാങ്കിൽ നിന്നാണ് എമൗണ്ട് കുറയുക, അതുകൊണ്ട് തന്നെ 15,000 എവിടെ റെക്കോർഡ് ചെയ്യും, ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് 20th ആണ് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ബാങ്ക്. നമ്മൾ ബാങ്കിലേക്ക് എമൗണ്ട് എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് ക്യാഷ് പുറത്തേക്ക് പോയിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ് പോയത്, ബാങ്കിലേക്കാണ് പോയത്. അപ്പോൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ 5,000 റുപ്പീസ് റെക്കോർഡ് ചെയ്യും. അത് നമ്മൾ നോർമലി സിമ്പിൾ ക്യാഷ് ബുക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്തതാണ്. പക്ഷേ ഇവിടെ അഡീഷണലായിട്ട് നമുക്ക് ബാങ്ക് എമൗണ്ട് കോളം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിലേക്ക് എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാങ്കിലുള്ള റെസീറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ബാങ്ക് പൈസ റിസീവ് ആണല്ലോ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സൈഡിൽ റെക്കോർഡ് ചെയ്യും, ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ പൈസ റിസീറ്റ് ആണ്, ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ക്യാഷ് ആയിട്ടാണല്ലോ പൈസ റിസീവ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 5,000 റുപ്പീസ് റെക്കോർഡ് ചെയ്യും. കൂടാതെ നമ്മളൊരു കോളം വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ലെഡ്ജർ ഫോളോ എന്ന് പറഞ്ഞിട്ടൊരു കോളം ബ്ലാങ്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഈ രണ്ട് ട്രാൻസാക്ഷനും നേരെ സി എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യുക. കാരണം എന്താണ്, ഒരേ ട്രാൻസാക്ഷനാണ്, ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും സെയിം എഫക്റ്റുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നേരെ സി എന്ന് പറഞ്ഞിട്ട് കോൺട്രാ എൻട്രി ആയതുകൊണ്ടാണ് സി എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ബാങ്കിലേക്ക് പൈസ റിസീവ് ചെയ്തതുകൊണ്ട് ബാങ്കിൻ്റെ എമൗണ്ട് കോളം ഡെബിറ്റ് ചെയ്തു, ബിസിനസ് ഓർഗനൈസേഷന് ക്യാഷ് പുറത്തേക്ക് പോയതുകൊണ്ട് തന്നെ ക്യാഷിൻ്റെ എമൗണ്ട് കോൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി 22nd ട്രാൻസാക്ഷനാണ് റിസീവ്ഡ് ക്യാഷ് ഫ്രം സുരേഷ് 2,450 ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് 50. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ട്രാൻസാക്ഷനാണ്. നെക്സ്റ്റ് 23rd പെയ്ഡ് സൺട്രി എക്സ്പെൻസ് അല്ലേ, ബിസിനസ് ഓർഗനൈസേഷൻ്റെ എക്സ്പെൻസിൻ്റെ പേയ്മെൻ്റ് ആണ്, ക്യാഷ് പേയ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ബൈ സൺട്രി എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 500 റുപ്പീസ് റെക്കോർഡ് ചെയ്യും. അതിന് നെക്സ്റ്റ് 24th ട്രാൻസാക്ഷനാണ് ക്യാഷ് വിഡ്രോൺ ഫോർ ഓഫീസ് യൂസ്. അതായത് ബാങ്കിൽ നിന്ന് ക്യാഷ് എന്ത് ചെയ്യാണ്, വിഡ്രോ ചെയ്യാണ് ഫോർ ഒഫീഷ്യൽ പേർപ്പസ് അല്ലേ. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്തു ₹5,000.
നേരത്തെ നമ്മൾ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് വിഡ്രോൺ ഫോർ ഓഫീസ് യൂസ്. അപ്പോൾ ബിസിനസ്സിലേക്ക് പൈസ എന്ത് ചെയ്തു, വരുവാണല്ലോ ചെയ്തത്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുമ്പോൾ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് വരുവാണ് ചെയ്തത്. അപ്പോൾ ക്യാഷ് റിസീവ് ചെയ്തത് കൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യും, ബാങ്കിൽ നിന്നാണല്ലോ എടുത്തത് പൈസ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ 5,000 റെക്കോർഡ് ചെയ്യും. നേരെ ലെഡ്ജർ ഫോളിയോൻ്റെ കോളത്തിൽ സി എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും. ഇനി നേരെ മറിച്ച് ബാങ്കിൽ നിന്ന് പൈസ കുറയുവാണല്ലോ ചെയ്തത്, ക്യാഷായിട്ട് ബാങ്കിൽ നിന്ന് പൈസ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യും, ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 5,000 റുപ്പീസ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ വരുമ്പോൾ നിങ്ങൾ ബാങ്കിൽ നിന്ന് പൈസ പോവുകയാണോ വരുവാണോ ചെയ്തെന്ന് നോക്കുക. പൈസ പോവുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതണം, മാറിപ്പോവരുത്. പിന്നെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 25th ആണ്. പെയ്ഡ് ഫോർ സ്റ്റേഷനറി 500 റുപ്പീസ്. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്, ക്യാഷ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനറി അക്കൗണ്ട് എന്നിട്ട് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് 26 ആണ്. റിസീവ്ഡ് ചെക്ക് ഫ്രം വികാസ് 540 ആൻഡ് അലൗഡ് ഹിം ഡിസ്കൗണ്ട്. അല്ലേ, വികാസ് എന്ന് പറയുന്ന പേഴ്സൺ അടിക്കുന്ന ക്യാഷ് റിസീവ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വികാസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ അയാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് പൈസ റിസീവ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് അലൗഡ് കോളത്തിൽ 10 റുപ്പീസ് കാണിക്കും. നമ്മൾ മുമ്പേ ചെയ്ത ട്രാൻസാക്ഷനാണത്. പിന്നെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ 26 ആണ്. ചെക്ക് റിസീവ്ഡ് ഫ്രം സതീഷ് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. അതായത് നമുക്ക് ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാണ്, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും, സതീഷിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്തു, അതായത് സതീഷിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടി അല്ലേ. അപ്പോൾ സതീഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് പൈസ റിസീവ് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ആയിട്ടല്ല തന്നത്, പകരം ചെക്കായിട്ടാണ് തന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിലാണ് എമൗണ്ട് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, വികാസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് കോളത്തിൽ 2,000 റുപ്പീസ് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുകയാണല്ലോ, അതേ റൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ എമൗണ്ട് കോളും ബാലൻസ് ചെയ്യുക. അതായത് ഡെബിറ്റ് സൈഡ് ക്യാഷ് അക്കൗണ്ടിൻ്റെയും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തിടുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലെ ഓരോ എമൗണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഈ ടോട്ടലിൻ്റെ അടുക്കൽ നിന്ന് മൈനസ് ചെയ്യുക. ആ കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേറ്റിലേക്ക് ആ ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ട് ബ്രോ ഡൗൺ ചെയ്യാം. കൂടാതെ ഡിസ്കൗണ്ട് റിസീവ്ഡ് കോളം ആഡ് ചെയ്തിടുക, ഡിസ്കൗണ്ട് അലൗഡ് കോളവും ആഡ് ചെയ്തിടുക. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.